2 കിലോ ചിക്കൻ മേടിച്ചപ്പോൾ ഒരു വെറൈറ്റി പരിപാടി ഇട്ടാ. ഒരു ചരിവും വെച്ചിട്ട് ചിക്കനൊക്കെ വാരിപ്പറിക്ക് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സംഗതി അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി ഊറ്റി കളഞ്ഞ് നല്ല സൂപ്പറാക്കി വെക്കാം. 2 ടേബിൾ സ്പൂൺ മുളകിന്റെ പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ മസാലപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളകിന്റെ പൊടി ഇട്ടാ. പാട്ടകളൊക്കെ നൈസായിട്ട് മാറ്റി വെക്കാം. നമ്മുടെ പൊടികളെ കൂടി ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇതുപോലെ വാരിപ്പറിക്കി വിതറിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കും. അടുത്തായിട്ട് ഉപ്പും പാത്രം തുറക്കാം. സംഗതി ഇതുപോലെ വിതറിട്ട് കൊടുക്കുകയും ചെയ്യാം. നമ്മൾ റെഡിയാക്കി ചിക്കനെ പിടിച്ച് ഇതുപോലെ ഒരു കമത്തണം വെച്ചെടുക്കാം. ചിക്കൻ നമ്മുടെ ഈ സംഭവത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അങ്ങോട്ട് ജോയിന്റ് ആക്കി മിക്സ് ആക്കി ഇതുപോലെ വെന്തുകൊണ്ടിരിക്കുന്ന ചിക്കനിലേക്ക് ഉണ്ടല്ല ഒരിറ്റ് പോലും വെള്ളം ഒഴിക്കാതെ അടച്ചു വെച്ച് അടിപ്പനായിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ ഈ സംഭവം വെന്തുകൊണ്ടിരിക്കണേ അടക്കാ തുറക്കാം ഇതിന്റെ ഇടയിൽ നല്ല ആഞ്ഞാണ്ട് ഇളക്കുകയും ചെയ്യുന്നുണ്ടോ. അപ്പൊ നമ്മുടെ ഈ ഓളമിട്ട് റെസിപ്പിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് വെട്ടി നുറുക്കിയ സവാളയും, കുറച്ച് ചതച്ചു വെച്ച ഇഞ്ചിയും, കുറച്ച് ചതച്ചു വെച്ച വെളുത്തുള്ളിയും, പിന്നെ നമ്മുടെ പച്ചമുളകില്ലേ പച്ചമുളകും നമ്മുടെ കരിവേപ്പിന്റെ ഇതുപോലെ വെതിറിട്ടിട്ട് ഒരൊറ്റ കൊട്ടിന് പാലിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. സൂപ്പർ ആയിട്ട് ഇതുപോലെ ഇളക്കി മുറിച്ചതും കേട്ടോ. നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചന്നെ ഇടണം. അപ്പൊ ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അരച്ചു വെച്ച തക്കാളി ഉണ്ടോ. ഒരു പീസ് തക്കാളി അരച്ചെടുത്ത് നമ്മുടെ ചിക്കന്റെ മേളിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. എല്ലാം കൂടി ഇതുപോലെ അട്ടപ്പെട്ടെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംഗതി ഇല്ല. നിങ്ങൾ ഉദ്ദേശിച്ച ഐറ്റം അല്ല. പണി ഇതിന് ബാക്കിയുണ്ട് നമ്മൾ കാണിച്ചിട്ടാ. ഒരു വാഴയിലും വിട്ട് ഇതുപോലെ നിർത്തി വെച്ചിട്ടുണ്ടല്ല ഒരു പറ ചോറിന്റെ കൂടെ നമ്മുടെ ചിക്കൻ പെരട്ട് ഇതുപോലെ അങ്ങോട്ട് വരട്ടി ഇട്ടതിനെടുത്തെങ്കിൽ സംഗതി വേറെ ലെവലായിരിക്കും മക്കളെ. ഒന്ന് കഴിച്ചു നോക്കണോട്ടോ. ഇതുപോലെ കുഴച്ച് അടിക്കണോട്ടോ. അടിപൊളിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കവും വേണ്ട.